അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് ചുമന്ന കടല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ചധികം വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ള കടലയാണ്. അപ്പം 250 ml കപ്പിന് 1 കപ്പ് കടലയെന്ന് പറയുമ്പോൾ 200 ഗ്രാം കടലയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കടല നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി ഇതായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഇനി ഒരു 6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. 2 ബേ ലീഫ് ഇതുപോലെ കൈകൊണ്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്കിതൊന്ന് കിഴി കെട്ടണം. ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് കിഴിയെട്ടി കൊടുക്കാം. വലിയ വലിയ ഹോട്ടലുകളിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലും അവർ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സീക്രട്ട് ടിപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്തിട്ടുള്ള കടല അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഈ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. കടല വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ കടല അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കിഴികെട്ടി വെച്ചില്ലേ മസാല, അത് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിലും കൂടെ കേൾപ്പിച്ചെടുക്കുക. 6 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇത് ആവി മുഴുവനും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് കടല വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മളിതുപോലെ പിടിച്ച് നോക്കുന്ന സമയത്ത് നല്ലോണം ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കിഴികെട്ടി ഇട്ടുകൊടുത്ത് അങ്ങെടുത്ത് മാറ്റാം. ഇപ്പോൾ മസാലയുടെ എല്ലാ ഫ്ലേവറും ഈ കടലയിൽ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവശ്യമില്ല. തേയിലപ്പൊടി ചേർത്തത് കൊണ്ട് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല. ഇതിലേക്ക് 12 ചെറിയ ഉള്ളി ചേർക്കാം. 1 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എരിവുള്ളത് കൊണ്ടാണ് 1 പച്ചമുളക് ചേർത്തിട്ടുള്ളത്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം. പിന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ചേർക്കാം. 8 അല്ലി വെളുത്തുള്ളി അല്ലികളും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം 3 സവാള ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. സവാളയൊക്കെ വഴന്ന് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞു വരണം. വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. നമ്മൾ എത്രയാണോ മുളക് പൊടി ചേർത്ത് കൊടുത്തത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം.
ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡൊക്കെ ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ വേവിച്ചെടുത്ത കടലയിൽ നിന്നും ഒരു വലിയ സ്പൂൺ കടല ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മാഷർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. കൈകൊണ്ട് ഉടച്ചെടുത്താലും മതി. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ആ കടലയുടെ എല്ലാ ഒരു ടേസ്റ്റും ഇതിൽ ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ഉടച്ച് നമ്മൾ കറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. അപ്പോൾ അതെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ വേവിച്ച് വെച്ച കടല മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പം നല്ലതുപോലെ നിന്ന് കുറുകി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ആയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ കടലക്കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടിക്ക് ഗ്രേവി ഉണ്ടാവില്ല. ഇത് കണ്ടിട്ട് നല്ലോണം കുറുകി നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല കുറുകി ഇരിപ്പുണ്ട്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള കറിയെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ കിഴി കെട്ടിയിട്ട് തേയിലപ്പൊടിയും മസാലയൊക്കെ ചേർത്ത് കിഴി കെട്ടിയിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം കടലക്കറി തയ്യാറാക്കി നോക്കുക. അപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പം നല്ല ചൂടല്ലേ, ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കടലക്കറി ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഈ രീതിയിലാണ് കടലക്കറി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചായപ്പൊടി ചേർത്തു എന്ന് പറഞ്ഞാൽ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ കുറുകി ഇത് വന്നിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വെറൈറ്റി ടേസ്റ്റിലുള്ള കടലക്കറി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്